തിരുവനന്തപുരത്ത് നിന്നും ഷീജ എത്തിയിട്ടുണ്ട്. അതായത് 31 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ്. ഗുഡ് മോർണിംഗ് ഷീജ. വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് മുന്നണികളൊക്കെയും. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനു മുന്നോടിയായുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കൊരു വിലയിരുത്തലുകളും പാർട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. 10 മണിയോടുകൂടി വോട്ടെണ്ണൽ അല്ലേ? തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഉള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകം തന്നെയാണിത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷയിലും ആകാംക്ഷയിലും കണക്കുകൂട്ടലിലും ഒക്കെയാണ് മുന്നണികൾ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം കൃത്യമായ രീതിയിൽ തന്നെ സമാധാനപരമായ രീതിയിൽ തന്നെ ഈ 31 വാർഡുകളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്നിരുന്നു. 61.87% പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ വോട്ടെണ്ണൽ, അതിൻ്റെ ഒരു ആകാംക്ഷ രാവിലെ 10 മണി മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഈ കൃത്യമായ രീതിയിൽ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ അറിയിക്കുവാൻ വേണ്ടി വെബ്സൈറ്റിൽ പ്രത്യേകമായി ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ പൂർണ്ണമായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർണ്ണതോതിൽ സജ്ജമാണ്. പ്രധാനമായും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെയുള്ള 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, അതിനൊപ്പം തന്നെ 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്ന നിലയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ മത്സര രംഗത്തുണ്ടായിരുന്നത് 102 സ്ഥാനാർത്ഥികളാണ്. ഇനിയിപ്പോൾ ഏതായാലും 10 മണിയോടുകൂടി കൃത്യമായ രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ വോട്ടെണ്ണലിൻ്റെ ഫലങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. അപ്പോഴായിരിക്കും ഏതായാലും ഒരു ചിത്രം കൃത്യമായ രീതിയിൽ വ്യക്തമാകുക. ഏതായാലും എല്ലാ മുന്നണികളും വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലും തന്നെയാണ് കാവ്യ. ശരി ഷീജ, ഏതായാലും 10 മണിയോടുകൂടി ഈ ഫലം ഒന്നൊന്നായി പുറത്തു വരട്ടെ. അതിനുശേഷം വലിയ വിശകലനങ്ങളിലേക്ക് ഈ പ്രധാന പാർട്ടികളും മുന്നണികളും ഒപ്പം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങളും ഒക്കെയും കടക്കുകയാണ്.